السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم. صدق الله العلي العظيم. സ്നേഹവും ബഹുമാനവുമുള്ള വിദ്യാർത്ഥികളെ, മുതഅല്ലിമീങ്ങളെ, മുഅല്ലിമീങ്ങളെ, രക്ഷിതാക്കളെ അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ഈ സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മളൊക്കെ പുതിയ വർഷ ആരംഭത്തിലാണ്. അറബി കണക്കനുസരിച്ചുള്ള പുതിയ വർഷ ആരംഭത്തിലാണ്. 1442 ഹിജറ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. വ്യാഴാഴ്ച അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ഹിജറ വർഷ തുടക്കമാണ്. ഓരോ ഹിജറ വർഷം കഴിഞ്ഞുപോയി 1442 വർഷത്തിലാണുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞുവല്ല, കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മളൊന്ന് പുനഃപരിശോധിക്കൽ നല്ലതാണ് ഓരോ വർഷം കഴിയുമ്പോൾ. കാരണം നമ്മൾ ഈ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഖബറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഖബറിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വഴിദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ആഖിറത്തിലേക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഈ ദുന്യവിയായ ജീവിതത്തിന് വേണ്ടി. അങ്ങനത്തെ നമ്മൾ ആഖിറത്തിലേക്ക് എന്ത് സമ്പാദിച്ചു എന്ന് നമ്മളെപ്പോഴും അന്വേഷിക്കണം, ചിന്തിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുകയും, അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാഫി തരുന്നുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്ത്, പ്രത്യേകിച്ച് പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് വ്യസനക്കണ്ണീരൊഴുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു കൊടുത്തു തരും. അപ്പം അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ എത്രയൊക്കെയാണ് ആർക്കും പറയാൻ കഴിയും. ഇതുപോലുള്ള വർഷം ആർക്കൊക്കെയാണ് ജീവിക്കാൻ കഴിയുക, ആർക്ക് ആയുസ്സുണ്ടാകുക, ആർക്ക് മരണപ്പെടുമെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാവരും കിട്ടിയ സമയം പാഴാക്കാതെ കിട്ടിയ സമയത്തൊക്കെ ഇബാദത്ത് ചെയ്ത് പൊറുക്കലിനെ തേടി അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ ഭാവി ജീവിതം നന്നാക്കി തരുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തുകൊണ്ട് ഈ കൊല്ലാശംസ എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.